Hi friends, welcome back to my channel. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ മാസ്കും ആയിട്ടാണ്. അതായത് നമ്മുടെ തലയിൽ ഇപ്പോൾ ചിലർക്ക് പാൻ ഉണ്ടാവും, അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പാൻ ഈരുകളുണ്ടാവും, അതല്ലെങ്കിൽ താരൻ ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള പുരുഷന്മാർക്കൊക്കെ ഒത്തിരി പേര് താരനായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അത് ഒക്കെ മാറ്റാനും അതുപോലെ തന്നെ ചുമ്മാ ഉള്ള ഇച്ചിങ്ങൊക്കെ ഇല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ പോലെ, അതിനൊന്നും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഇതില്ല. കാര്യം നമ്മൾ എണ്ണ കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റാമെന്ന് നോക്കാം. നമ്മൾ ഈ കാണിക്കുന്ന മാസ്ക് എന്ന് പറയുന്നത് വീക്ക്ലി 2 പ്രാവശ്യങ്ങളും ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള കിട്ടുക. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്താൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഇത് കൊള്ളാലോ എന്ന് തോന്നും. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ചെയ്ത് നോക്കാനായിട്ട് വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യും കൂടി വേണം. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു 3-4 ഞാനൊരു 3 വലിയ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തലേദിവസം 2 സ്പൂൺ ഉലുവ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, അതും എടുത്തിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണ് തൈരുമാണ് ഇതിനായിട്ട് വേണ്ടത്. ഇത് നമ്മൾ ആദ്യം നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. അതല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുത്തത്. കാര്യം ഇപ്പോൾ നമ്മൾ ചെറിയ അളവിലൊക്കെ അരയ്ക്കുമ്പോൾ അങ്ങനെ അരയണമെന്നില്ലല്ലോ. അപ്പോൾ ഇത്രയും അധികമാക്കിയിട്ട് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. പിന്നെ അരയ്ക്കുമ്പോൾ ഇപ്പോൾ അറിയാമല്ലോ, ഉലുവയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മിക്സിയിലൊക്കെ പറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടിയും നമ്മൾ മിക്സിയിലൊക്കെ തൊട്ട് നോക്കിയിട്ട് അതൊന്ന് എടുത്തിട്ട് ഒന്നും കൂടി, അല്ലെങ്കിൽ നമ്മൾ പകുതി അതിൽ പെട്ടുപോകും. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഗുണം നമുക്ക് എന്തായാലും കിട്ടണമല്ലോ, അതിന് വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തലയിലിടേണ്ട മാസ്ക് നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഇത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. ആക്ച്വലി ഹെയർ ഫോൾ കുറയ്ക്കും, നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആക്കും, ഷൈനി ആക്കും. കൂടാതെ നമ്മുടെ മുടി സോഫ്റ്റ് ആക്കാനും നമ്മുടെ മുടിയിലത്തെ കുഴപ്പങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല ലോങ് ഹെയർ ആക്കാനും ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് യൂസാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തലയിലത്തെ കെട്ടൊക്കെ മാറ്റി നല്ല റെഡിയാക്കി വെക്കണം. അതല്ലെങ്കിൽ നമ്മൾ ആകെ പറ്റിപ്പിടിച്ച് ആകെ ഇതായി പോവും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഈരി ആക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ നെറുകിലത്ത് നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലൊക്കെ തേച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ എന്ന് വെച്ചാൽ തലോട്ടിലാണല്ലോ ശരിക്കും ഇത് പിടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഓരോരോ ഗ്യാപ്പ് എടുത്തിട്ട് തലോട്ടിലൊക്കെ പറ്റണ രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാനിപ്പോൾ ആ ഒരു സൈഡുകളിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിനേക്കാൾ കൂടുതൽ എളുപ്പം ആണുങ്ങൾക്കാണെന്ന് അറിയാലോ, തേക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും, അതായത് കഴുകി കളയാനാണെങ്കിലും. പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയും പറ്റി പിടിക്കാനായി ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ലെങ്ത് ഉണ്ടാവുമല്ലോ ഹെയർ എന്തായാലും. ആണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ. അപ്പോൾ ഞാനിത് ആ സൈഡിലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിങ്ങൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇഞ്ചി. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ മുടി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് വളരാത്ത പോലെ തോന്നും. അതല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് കെയർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അതല്ലെങ്കിൽ എന്താ പറയുക, മനഃപൂർവ്വം ആരും എന്താ പറയുക വളരരുത് എന്ന് വിചാരിക്കുന്നവരില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോ മാസ്കും ഒക്കെ തലയിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡള്ളായിട്ടിരിക്കുന്ന മുടിയൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൾപ്പ് ഒന്നും കൂടി റിഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. സാധാരണ പോലെ ഇപ്പോൾ മറ്റു കാര്യങ്ങളിപ്പോൾ എണ്ണ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ
ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്ത് സാധനത്തേക്കാളും ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ തലയിൽ യൂസ് ചെയ്യുമ്പോൾ അത് തലയ്ക്ക് തന്നെ ഒത്തിരി നല്ലതാണ്. തണുപ്പിനാണെങ്കിലും അതുപോലെ തന്നെ തലയിലത്തെ വെയിൻസിനൊക്കെ ആണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വീക്ക്ലി വൺസെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും നടക്കുന്നൊരു കാര്യമാണ് നെറിയിൽ നിന്ന് മുടി പോവുക, അതുപോലെ തന്നെ നെറ്റി കയറൽ, ഇതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഇത് വീക്ക്ലി വൺസെങ്കിലും ചെയ്താൽ വളരെ ഹെയർ ഫോളൊക്കെ നല്ലതുപോലെ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഹെൽത്തി ആക്കും. ഓരോ ഇഴയും തൊടുമ്പോൾ നമുക്കറിയാൻ പറ്റും, നല്ല സ്ട്രോങ് ആവും. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, പണ്ടത്തെ ആൾക്കാരുടെ പോലെ സ്ട്രോങ് ആണോ നമ്മുടെ ഹെയർ. നമ്മളൊന്ന് പിടിച്ചാൽ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോരുന്ന പോലെ തോന്നും. അയ്യോ തൊട്ടിട്ടില്ലല്ലോ, അപ്പോഴേക്കും ഇങ്ങോട്ട് പോന്നോ എന്ന് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പലതും നമ്മൾ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ എണ്ണ പറ്റുന്നുണ്ടോ, താളി പറ്റുന്നുണ്ടോ. ഇപ്പം എല്ലാം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനിവിടെ 2 സൈഡിലും ആക്കിയിട്ടുണ്ട്. എന്നിട്ടും പോരാൻ തോന്നുന്നിടത്ത് പിന്നെയും ഇടയിലിടയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടിവെച്ച് നമ്മളൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം. കൂടുതലിരിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഞാൻ എന്നിട്ട് കുറച്ച് നേരം കൂടുതലിരുന്നു, എന്നിട്ട് കഴുകി കളഞ്ഞത്. ഞാൻ എന്നിട്ട് ഷാമ്പു യൂസ് ചെയ്ത് കഴുകി കളയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ താളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. എൻ്റെ കയ്യിൽ ഇതാ ചെറിയ രീതിയിലുള്ള ഒരു പൊടി പോലെ ഉണ്ട്, പക്ഷെ നല്ലതുപോലെ തോർത്തിയിട്ട് വെള്ളമൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം ഒരു ചീപ്പെടുത്തിയിട്ട് ഇപ്പോൾ അതൊക്കെ പോയിട്ടോ. നമ്മൾ എത്ര വാഷ് ചെയ്താലും പെണ്ണുങ്ങളുടെ മുടിയാകുമ്പോൾ ഒലിവൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായ ചെറിയ രീതിയിലുള്ള പൊടി ഉണ്ടാവും. പക്ഷെ ആണുങ്ങൾക്കില്ല കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ ചേട്ടനും ചെയ്ത് കൊടുത്തിരുന്നു. ചേട്ടന് ഒരു കുഴപ്പമില്ല, നല്ല സുഖവും കിട്ടിയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതാണ് പ്രത്യേകം പറയുന്നത്. നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മാസ്കാണ്. പിന്നെ ഒറ്റത്തവണത്തെ യൂസിൽ തന്നെ ചേട്ടന് താരനൊക്കെ നല്ലതുപോലെ പോയി. അപ്പോൾ വീക്ക്ലി 2 പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്